അപ്പോൾ ഗൈസ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഇവിടെ വെള്ളിയമ്മയുടെ വീട്ടിൽ കയറാമ പോകുന്നത് മോശമല്ലേ. അപ്പോൾ വെള്ളിയമ്മയുടെ വീട് എനിക്ക് ശരിക്കും അറിയില്ല എവിടെയാ ഉള്ളത്. എനിക്കൊരു ചെറിയ ഓർമ്മ ഉണ്ട്, ഹസ്ബൻഡുള്ള സമയം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഊഹം വെച്ചിട്ട് ഓർമ്മ ഉള്ള വഴി കൂടെയാ വന്നത്. ഇങ്ങനെ കുറേച്ച് കറങ്ങി നടന്ന് ഇപ്പം ഇനിയൊരു വഴി എനിക്കൊരു നല്ല പരിചയമുള്ള വഴി പോലെ ഉണ്ട്. ആ വഴിയാ തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. എങ്ങനാണെങ്കിലും വീട്ടിലെ ആൾക്കാർ അറിയതില്ല ഞാൻ വെള്ളിയമ്മയുടെ വീട്ടിൽ ഇന്ത്യക്ക് പോവും. വെള്ളിയമ്മയ്ക്കും അറിയില്ല ഞാൻ ഇന്ത്യക്ക് വെള്ളിയമ്മയുടെ വീട്ടിൽ വരും. ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതല്ലേ. അപ്പോൾ എത്ര അടുത്ത് വന്നിട്ട് കയറാൻ പോകുന്നത് ഭയങ്കരമായിട്ട് മോശം കാരണമാണ് വെള്ളിയമ്മയുടെ വീട്ടിൽ കയറാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. വെള്ളിയമ്മ അതും എടുത്തോ, അത് പടവലങ്കയോ എന്തോ അതിൻ്റെ പേര്, അതും എടുത്തോ. വെള്ളിയമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വെള്ളിയമ്മയ്ക്ക് പച്ചക്കറിക്ക് മേടിച്ച് പോകാൻ വേണ്ടി ഉടനെടുത്ത വെല്ലവും കിട്ടി. പാവക്ക എടുത്തോ? ആ സവോള എടുത്തില്ലല്ലോ. അതെന്തുവാ? അത് വേണ്ട. വേറെ കായും വെച്ചോ. വെച്ചോ. ഇത്ര ദൂരം വന്ന് വെള്ളിയമ്മയും അടുത്ത കാരണം വെള്ളിയമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മോശമല്ലേ. വെള്ളിയമ്മയും കണ്ടിട്ട് നമുക്ക് പോവാം. എത്രയോ അടുത്ത ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ അമ്മോ വെയിട്ട നല്ല ഇല്ല, അതിനകത്ത് പാട്ടത്തില്ല, നല്ല ഭാരമുണ്ട്. അത് കാരണം ഞാൻ ഇടയില്ല, ഇവിടെ ഇല്ല. ഇനി തിരിച്ച് അങ്ങോട്ട് പോകണോ തോന്നുന്നു. ഞാൻ പാസ് പണി വന്ന് ഞാനിത് പച്ചക്കറി തപ്പി വന്നു. ഞാനോ വെള്ളിയമ്മയുടെയോ ഈ ഇടയിലെയാ? ചേട്ടു ഹലോ, വെള്ളിയമ്മയുടെ വീട്ടുപേര് അറിയോടാ? വീട്ടുപേര് വീട്ടുപേര് ഹസ്ബൻഡും അറിയില്ല. എന്നെ പേര് സിബു ബാബു പറഞ്ഞിട്ട് മെലിഞ്ഞ് ഇങ്ങനെ ഈ സ്ഥലം ഒരു ചെറിയ വീടാ. ഇതാണ് എനിക്ക് പരിചയമുള്ള റോഡ്. ഇതാ ഞാൻ ചിന്തിക്കുവേൻ. ഞാനിപ്പോൾ 2-3 റോഡിൽ കയറി, പക്ഷെ ആ റോഡ് ഇല്ല. പക്ഷെ ഞാൻ തിരിച്ച് വന്ന് ഇപ്പം ഇതാ തോന്നുന്നു. നമുക്ക് ഇതിൽ പോയി നോക്കാം. ഗൈസ്, ഇതാണ് വെള്ളിയമ്മയുടെ വീട്. കറക്റ്റായിട്ട് നോക്കിയിട്ട് വന്ന് നമുക്ക് കയറാം. വെള്ളിയമ്മ ഉറങ്ങുവാണോ ഇവിടെ സരി പോയോ ഒന്നും അറിയില്ല. നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അമ്മേ 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 അമ്മ എന്തി? അമ്മ എന്തി? ഉറങ്ങുവാണോ? ആണോ? ഞാനീ ഹോസ്പിറ്റലിൽ വന്നതാണ്. ഹോസ്പിറ്റലിൽ എന്നെ അറിയോ? എന്തു അമ്മ കിടക്കുന്നത്? ലൈറ്റ് ഇല്ലേ എന്നെ കിടക്കുന്നത്? അയ്യോ പാവം, കണ്ണില്ലല്ലോ. നല്ല സ്നേഹം ഉണ്ടാ തോന്നുന്നു. എപ്പ കയറി വന്നതാ? അയ്യോ ആണോ? കണ്ണെന്തായതാ? അയ്യോ പാവം. കണ്ണില്ല. ആണോ? ഇപ്പൊ പിള്ളേരെന്തി? ഒരു കണ്ണേ ഉള്ളൂ അല്ലേ അമ്മേ?
മൂടിയെല്ലാം ആ ഭയങ്കര അകത്തല്ലേ. ഇതിന്റെ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകണം കുടിക്കാൻ വേണ്ടി. എനിക്ക് ഇഷ്ടവാ. എനിക്ക് പേടിയുണ്ട് മാമ. ഇല്ല, ഈ വെള്ളം കാണുമ്പോൾ പേടിയാ. ഞാൻ വീണു അങ്ങനെയൊക്കെ ഒരു പേടിയോ. ഞാൻ കുഞ്ഞു വയസ്സിലല്ലേ കിണറിൽ വീണിട്ടുണ്ട്. അതിന്റെ പേടിയാ. പക്ഷെ അത് ചെറിയ കിണറാ. അപ്പോൾ ഗൈസ് ചക്ക ഉണ്ട്. ചക്ക ഈ കണ്ടോ, ഒരു കണ്ണേ ഉള്ളൂ. ആണെങ്കിലും ആരെയോ പിടിക്കാൻ പോവാ ആള്. ഉച്ചടക്കാലി ആണ്ട് ഓടുക. അപ്പം ചക്ക ഉണ്ട്, മേലെയും ഉണ്ട്. ഇഷ്ടംപോലെ ചക്ക ഉണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ ചക്ക ഉണ്ട്. പക്ഷെ മേലെയാ ഉള്ളത്. എനിക്കാണെങ്കിൽ ഈ ചെറിയ ചക്ക ഇഷ്ടമാണ്. ഈ ചെറിയ ചക്ക ശ്രീലങ്കയിൽ ഒരു പൊളോ സാമ്പിള് പറഞ്ഞിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കും. അതെനിക്കിഷ്ടമാണ്. ചക്ക പഴുത്താ തോന്നുന്നു. കണ്ടോ, ഇഷ്ടംപോലെ ചക്ക ഉണ്ട്. ഇഷ്ടംപോലെ ചക്ക ഉണ്ട്. എന്നോട് ശ്രീലങ്കയിലെയും എന്നോട് അമ്മയോട് വീട്ടിൽ പോയാൽ ഇതുപോലെ കിണറുണ്ട്. അത് കാരണം ഈ കിണറിലെ വെള്ളം ഇല്ലേ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഈ കിണറിലെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കിണറിലെയും ഇല്ല, ഇതുപോലെ കിണറിൽ, മീനിങ് ഇതുപോലെ സ്ഥലത്തിൽ. അപ്പോൾ അതുപോലെ ഇങ്ങനെ വലിയമ്മയുടെ വീട്ടിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെ തനിயாக ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലെ വെള്ളം ഞാൻ ആസ്വദിച്ച് കുടിക്കും. എനിക്കത് ഇഷ്ടമാണ്. എപ്പോൾ വലിയമ്മയുടെ വീട്ടിൽ പോയാലും ഈ പരിപാടി ഞാൻ കാണിക്കും. വീട്ടിലകത്തിരുന്ന് വെള്ളം കൊടുത്താലും ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിട്ട് തനിயாக ഒരു വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കും. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, ഉങ്ങളോട് വീട്ടിലെയും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിലെയും ഇതുപോലെ കിണർ വെള്ളം കുടിക്കുവാനോ ഇതുപോലെ കിണറുണ്ടോ? ഈ വീഡിയോ കണ്ടത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ എനിക്ക് ഒത്തിരി ഒന്നും അറിയില്ല ഇത് എങ്ങനെ വെക്കും. പക്ഷേ വലിയ മാമ എങ്ങനെ വെച്ചിട്ട് അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അതുപോലെ ഞാനും വെച്ച്. ദൈവമേ, ഇതകത്ത് വീണോ അറിയില്ല. കുഞ്ഞു വയസ്സിൽ ഞാൻ കിണറ്റിലകത്ത് വീണിട്ടുള്ള കാരണം എനിക്ക് കിണർ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഞാൻ വെള്ളം എടുത്ത് കോരി കുടിച്ച് അവിടെ പോയിട്ട് പക്ഷെ ഒരു കണ്ണില്ല. അത് ഭയങ്കര സങ്കടമായി പോയി. പക്ഷെ ആള് ഹാപ്പിയാ അല്ലേ? ആള് ഹാപ്പിയാ. മീനില്ലാമ കളിക്കുവോ? പൂച്ച കൊടുത്ത പൂച്ചയ്ക്ക് വിളിച്ചത്. കണ്ണില്ല. എനിക്ക് ഈ തോരവും ഇതും മതി. വേറൊരു പാത്രം കൊടുക്കാവോ അമ്മേ? ചോറ് കഴിക്കാൻ പറഞ്ഞ ഞാനാണെങ്കിൽ മോര് കഴിക്കത്തില്ല. ആഹാ, വിശപ്പാണോ നിനക്ക്? മീനില്ല, നീ എങ്ങനെ കഴിക്കോ? ഒത്തിരി ചോറ് കൊടുത്തു. കണ്ടു, 10 പേർക്ക് കളിക്കാൻ വേണ്ടി ചോറ്. 10 പേർക്ക് കളിക്കാൻ വേണ്ടി ചോറുണ്ട് അമ്മേ. ചിരിക്കല്ല. എത്ര ചോറ് കൊടുത്തു വലിയ അമ്മക്ക്. ചിരിക്കുക. കുറച്ച് മതി. തോരൻ കളിക്കാം. തോരൻ ഞാൻ ചുമ്മാ എന്നെ തരുമുണ്ട്. അവന് കൂട്ടുവരാൻ കൊടുത്ത് കളയുമായിരിക്കും. അപ്പടി അവന് കൊടുത്തിട്ട് കൊച്ചുങ്ങളും കൂട്ടത്തിൽ
ഓടിച്ചെന്ന് ഞാൻ അപ്പടി അങ്ങ് എടുക്കുക. ഇല്ല എനിക്ക് അത് മതി, അത് മതി. അതുപോലെ അയ്യോ ഇത്ര വേണ്ടാമേ, ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് പറ്റതില്ല. പിന്നെ ഞാൻ കളിക്കുകയില്ല. എനിക്ക് ഇത് മതി. അതുപോലെ അമ്മ എന്തുവാ പറയുന്നത്, എനിക്ക് ഇത് മതി. അമ്മോ തീട്ടിച്ച് കൊള്ളാൻ വേണ്ടി ഓർത്ത് വേണം. അത് മതി മതി മതി. ഞാൻ വേറുവാണെങ്കിൽ പിന്നെ എടുത്തുകൊള്ളാം, മതി. കറിയൊന്നുമില്ല, മോര് ഞാൻ കൂട്ടത്തില്ല, അതും ശരിയല്ല, എനിക്ക് ഇഷ്ടവേ ഇല്ല. ആണോ? കായം പോലും ഇല്ലായിരുന്നു സാമ്പാർ. കായപ്പൊടി മേടിച്ചോണ്ട് വെച്ചിട്ട് കണ്ടില്ല. എനിക്ക് ചാറാ ഇഷ്ടം. മതി. ചൂടല്ലേ? ആ ഭയങ്കര ചൂടാ. ചങ്ങനാശ്ശേരിയിൽ പാറയിൽ പള്ളി പറയത് ഇതാണ് ഇപ്പം ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും വലിയ പള്ളി. ഇപ്പം ഇതിൽ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതിലെ പണി പൂർത്തിയായ ശേഷവും ഞാനൊരു വീഡിയോ എടുക്കാം. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയിലാണ്. ഞാനിപ്പോൾ ചിത്തപ്പുള്ളിയിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയിൽ എന്നോട് വണ്ടി ഞാൻ അവിടെ വെച്ചിട്ട് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്, എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ സെക്യൂരിറ്റി അങ്കിളോടെയും സംസാരിക്കുമായിരുന്നു. എന്നോട് സംസാരിച്ച ശേഷം ഞാൻ ചോദിച്ച അച്ഛാ ഈ പള്ളിയുടെ പേര് എന്തുവാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഈ പാരിയിൽ പള്ളി അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇത് ആദ്യം എനിക്ക് പറയൽ പള്ളി അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ അച്ഛൻ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത പാരിയൽ പള്ളി. അപ്പോൾ പറഞ്ഞ് എവിടത്തെയാ ചോദിച്ചത്. ഞാൻ പറഞ്ഞ് കെടങ്കരായാണ്. പിന്നെ പറഞ്ഞ് ഇല്ലല്ലോ, ഇത് ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടല്ലോ സംസാരം. അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഞാൻ ശ്രീലങ്കയാണ്, എന്നോട് ഹസ്ബൻഡ് മലയാളിയാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അച്ചായിക്കും ശ്രീലങ്കയിൽ കുറേ ഫ്രണ്ട്സ് ഉള്ള കാരണം എന്നോട് ലാംഗ്വേജിൽ കൊഹമ്മദ് അങ്ങനെ ചോദിച്ച്. കൊഹമ്മദ് മീനിങ് സുഖമാണോ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്താ അച്ചായും പരിചയപ്പെട്ട്. അപ്പോൾ ഗൈസ് ഈ പള്ളിയിൽ പണി പൂർത്തിയാക്കിയ ശേഷവും ഞാൻ உங்களுக்கு ഒരു വീഡിയോ കൊണ്ടുവരാം. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വലിയല്ലേ, കണ്ടോ എത്ര വലിയ പള്ളിയാ. ഇതാണ് ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയ പള്ളി, പാറയിൽ പള്ളി.